പത്മജ വേണുഗോപാലിന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വെല്ലുവിളി. താൻ BJP-യിൽ പോകുമെന്ന പ്രസ്താവനയിലാണ് പത്മജ വേണുഗോപാലിനെ രാജ്മോഹൻ ഉണ്ണിത്താൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. പാർട്ടി വിട്ട് BJP-യിൽ പോവാൻ തന്റെ അച്ഛൻ കെ കരുണാകരനല്ല എന്നായിരുന്നു പ്രതികരണം. പത്മജ പരസ്യ സംവാദത്തിന് തയ്യാറാകണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. അല്ല, പത്മജയുടെ അച്ഛനല്ലോ ഞാൻ ജനിച്ചത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യാനൊന്നുമില്ല. എനിക്ക് ഒരു നല്ല പിതാവുണ്ട്. ആ പിതാവിനാണ് ഞാൻ ജനിച്ചത്. മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. പത്മജ വേണുഗോപാലിനെ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക്. അതുകൊണ്ട് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കരുതെന്ന് അവരോട് പറഞ്ഞേക്കാം. നിങ്ങൾ അവരോട് പറ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഈസ് പ്രിപ്പയർഡ് ടു ഹാവ് എ ഓപ്പൺ ഡിസ്കഷൻ വിത്ത് പത്മജ വേണുഗോപാൽ. തയ്യാറുണ്ടോ എന്ന് ചോദിക്കേ, ഞാൻ വരാം. തുറന്ന വെല്ലുവിളി. രാജ്മോഹൻ ഉണ്ണിത്താനെ മൂത്ത സഹോദരനെ പോലെയാണ് കാണുന്നതെന്നും എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം വന്നതെന്ന് അറിയില്ല എന്നും പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു. അർജുൻ ഹേമ വിശദാംശങ്ങൾ. എന്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തെരഞ്ഞെടുപ്പിന് ശേഷം പറയുന്നത്? അർജുൻ. നികേഷ്, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ ML അശ്വനിയുടെ പ്രചാരണ പരിപാടികൾക്ക് നേരത്തെ തന്നെ പത്മജ വേണുഗോപാൽ എത്തിയിരുന്നു. അന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ചില വിവാദ പരാമർശങ്ങൾ പത്മജ വേണുഗോപാൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് മുതലാണ് പത്മജയും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള ഒരു പോര് മുറുകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അന്ന് ഉണ്ണിത്താനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയത് ഇങ്ങനെയായിരുന്നു: തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുമെന്നും അതിന് ആരൊക്കെയായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിച്ചു എന്ന് തനിക്കറിയാമെന്നും അതൊന്നും ഇപ്പോൾ പറയില്ല, തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം തുറന്നു പറയുമെന്നും, രാജ്മോഹൻ ഉണ്ണിത്താന്റെ കുറി അത് എങ്ങനെയാണ് മാഞ്ഞത്, അതിന് പിന്നിൽ ഒരു കഥയുണ്ട്, അതൊക്കെ തന്നെ തനിക്കറിയാമെന്നുള്ള ഒരു വിവാദപരമായ പരാമർശമാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പത്മജ വേണുഗോപാൽ നടത്തിയിരുന്നത്. എന്നാൽ ഈ പരാമർശത്തെ അന്ന് ഉണ്ണിത്താൻ ഇതിലൊന്നും പറയാൻ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംസാരിക്കവേ ഈ കാര്യം പറഞ്ഞത്. അതിൽ പ്രധാനമായും വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ പറയുന്നത്. പത്മജ വേണുഗോപാലിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ചരിത്രങ്ങൾ എല്ലാം തുറന്നു പറയാം, അതിൽ 1973 ശേഷമുള്ള എല്ലാ ചരിത്രങ്ങളും തുറന്നു പറയാം. അതിന് പരസ്യ സംവാദത്തിന് താൻ തയ്യാറാണ്. എവിടെയാണ് സ്ഥലം, സമയം എല്ലാം പറഞ്ഞാൽ മതി. അതിന് മാധ്യമങ്ങളും വരണം. അതുപോലെ തന്നെ പത്മജ വേണുഗോപാലും തയ്യാറാകണമെന്ന് പറയുന്നുണ്ട്. ശരി, രാജ്മോഹൻ ഉണ്ണിത്താൻ പത്മജ വേണുഗോപാലിനെ വെല്ലുവിളിക്കുകയാണ്. പഴയ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ പത്മജ വേണുഗോപാലിന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ.